നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കുന്ന? ഏയ് ഒന്നുമില്ല. നത്ത് നോക്കുന്നവരെ നോക്കുന്നതാടി. ഷോ ഞാനിപ്പോ ഇയാളെ മൂച്ചോടുന്ന എന്തിനാ മനസ്സിൽ വിചാരിച്ചേ? ഏയ് ഒന്നുമില്ല, നല്ല ഭംഗിയുണ്ടെന്ന് ആലോചിച്ചതാ. ആർക്ക്? എനിക്കാ? അല്ല, എനിക്ക്. ലിസ, താനിപ്പോ എവിടെയാ? മാനുവലിന്റെ ന്യൂസ് നീ അറിഞ്ഞോ? ആ, അറിഞ്ഞു. അത് പിന്നെ സാറ്. മാനുവലിനെ തട്ടിയതേ ദേവനാന്നുള്ള ഒരു എവിഡൻസ് നമ്മുടെ കയ്യിലില്ല. അത് പിന്നെ നിനക്കൊന്നും ബോധമില്ലേടി. നീ അവന്റെ അനീതിനെ കയറി ചൊറിയാൻ പോയതുകൊണ്ടല്ല ഇങ്ങനെ ഉണ്ടായത്. ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്. മിസ്റ്റേക്കുകൾ നീ പലതവണ ആവർത്തിച്ചതാ ലിസ. ഇത് നിനക്കുള്ള ഫൈനൽ വാണിംഗാ. ഇനി ഒരു തവണയോട് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായാ നിനക്കുള്ള ഡ്രസ് സപ്ലൈ ഞങ്ങൾ നിർത്തും. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ ശ്രീമംഗല തറവാടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുക. ഞാൻ അവരുടെ വീട്ടില് ദേവന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞ് കയറാൻ പോവാ. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കാം. ഗുഡ്. പിന്നെ അവന്റെ സിസ്റ്ററിനെ പറ്റിയുള്ള വീഡിയോ അവന്റെ ഫോണിലേക്ക് അയച്ചതിന് നിനക്ക് പങ്കുണ്ടോ? ഏയ്, എനിക്ക് പങ്കില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ഫൈനൽ വാണിംഗാ ലിസ. ഇനി ഒരു തവണ കൂടെ മിസ്റ്റേക്ക് ഉണ്ടായ എനിക്ക് മനസ്സിലായി. പോയി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. ശരി എന്നാ, ഗുഡ് ലക്ക്. പിന്നെ എന്തൊക്കെ വന്നാലും ഒരു രീതിയിലുള്ള ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഡൗട്ട് എങ്ങാനും അവർക്ക് തോന്നിയാ പിന്നെ ഞാനായിട്ട് നിന്നെ രക്ഷിക്കില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട. ഓക്കെ സാർ, ഞാൻ കെയർഫുൾ ആവാം. ഹരിയേട്ടൻ പാല് മേടിക്കാൻ പോയിട്ട് ഇത്ര നേരത്തെ എത്തിയാ? ഞാൻ കരുതി ആ പാറുവിന്റെ വീട്ടിലൊക്കെ ചുറ്റി കറങ്ങിയിട്ടേ വരത്തുള്ളന്ന്. നീ എന്താടി ഇവിടെ? എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് എനിക്ക് വരാൻ പാടില്ലേ? നിന്നെ ആരിപ്പം ഇങ്ങോട്ട് വിളിച്ചേ? അത് കൊള്ളാം. എന്നെ കല്യാണത്തിന് വിളിച്ചതായിരുന്നു, പക്ഷെ തിരക്കായതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഇങ്ങോട്ട് വരാന്ന് കരുതി. വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ പറയുന്നു. എന്തുവാ ദേവു ഇത്? ലിസ, നീ വല്ലാതെ അങ്ങ് പറയല്ലേ. നീ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ട് ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് എനിക്കറിയാം. ഓ, എന്തുദ്ദേശം? സുഹൃത്താണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പുറകിൽ നിന്ന് വിഷം തുപ്പുന്ന നിന്നെ എനിക്കറിയാം ലിസ. നീ ഇവിടെ എന്തിനാ വന്നേന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഞാൻ വന്നത് വിഷം തുപ്പാനൊന്നുമല്ല. ഞാൻ വന്നത് ദേവനെ കാണാനാ. പറ്റുകയാണെങ്കിൽ ഒരു വീക്ക് ഇവിടെ സ്റ്റേ ചെയ്യും. എന്താ, നിനക്ക് പ്രശ്നമുണ്ടോ? എനിക്ക് നല്ല പ്രശ്നമുണ്ട്. എങ്കിൽ ആ പ്രശ്നം മനസ്സിൽ വെച്ചാ മതി, പുറത്തോട്ടെടുക്കണ്ട. എന്റെ വീട്ടിൽ വന്നിട്ട് ആ പ്രശ്നം പുറത്തെടുക്കണ്ടെന്ന് പറയാൻ നീ ആരാടി? നീ വല്ലാണ്ടങ്ങ് പറയല്ലേ. നിന്റെ ക്ലബിലെ ചുറ്റിക്കളിയൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞു കൊടുക്കട്ടെ? ഓ, അതും പറഞ്ഞു നീ കുറെ കാലം എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. പറഞ്ഞ അവിടെ ഒരു ചുക്കുണ്ടാകാൻ പോകത്തില്ലടി. ഓ, എന്നാ ഞാൻ പറയാടി. കൂട്ടത്തില് കുറച്ച് എരിവും പുളിയും ചേർത്ത് പറയാം. ഞാൻ വിഷാന്നല്ലേ പറഞ്ഞത്, അപ്പൊ വിഷാന്ന് ഞാൻ കാണിക്കണ്ടേ? ലിസ, ഓ മൈ ഗോഡ്, ദേവൻ, നീ വീണ്ടും പൊക്കം വെച്ചല്ലോടാ. നീ എന്താ ഇവിടെ? നിന്റെ കല്യാണം പറഞ്ഞു. എന്നെ ഒന്ന് വീട്ടിൽ വന്ന് വിളിക്കണേന് വരെ ഫോണിൽ മെസ്സേജ് ഇട്ടേക്കുന്നു. കുന്തം, ഞാൻ ഇന്നലെ രാത്രിയാ കണ്ടേ. പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്താടാ, എന്നെ മിസ് ചെയ്തോ? എനിക്കിന്ന് ഡേ ഡ്യൂട്ടിയാ. നീ എപ്പോഴാ തിരിച്ചു പോകുന്നേ? ഞാനിവിടെ ഒരു വീക്ക് ഉണ്ടാവും. തിരിച്ചു പോകുന്നതിനെ പറ്റി ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കുമ്പോ പറയാട്ടോ. എന്നാ ദേവു, നീ റൂം കാണിച്ചു കൊടുക്ക്. ഞാനെന്നാ പോട്ടെ. കേട്ടോ ദേവു, ഇവിടുത്തെ ഏറ്റവും വലിയ റൂം കാണിച്ചു തരണേ. പിന്നെ വലിയ റൂം കാണിച്ചു തരാനത് ഹോട്ടലല്ലേ? എന്തെങ്കിലും മുഴിഞ്ഞായിരുന്നോ? നടക്ക്. ഇതേത് വധൂരി? ഇതാരാ ദേവു? ഇതാ ഞാൻ പറഞ്ഞ ലിസ. ആ വൃത്തികെട്ട പെണ്ണല്ലേ? അതെ അതെ. ഹലോ, നീയാണ് താനു? ഓ, കല്യാണ പെണ്ണല്ലേ? ആ അതെ, ഞാനാ. പേരെന്താ? ലിസ. ഓ, അറിയില്ലായിരുന്നു. ഷേ, ഇവളെ കാണാൻ എന്നെക്കാൾ സുന്ദരിയാണല്ലോ. വെറുതെ അല്ല ഞാൻ കയറി വന്ന് സംസാരിച്ചപ്പോ അവന് വേഗം ഡ്യൂട്ടിക്ക് പോണെന്നും പറഞ്ഞ് ധൃതി പിടിച്ചത്. ഇപ്പൊ എന്താ ചെയ്യാ? എല്ലാം കൈവിട്ട് പോവാണല്ലോ. ലിസ എന്താ ചിന്താവിഷ്ടയായി ഇരിക്കുന്നത്? ഏയ്, ഞാനോ? അല്ലടി, ഞാൻ വല്ല കുശുമ്പ് കുഞ്ഞായ്മ ആലോചിച്ചോണ്ടിരിക്കുവായിരിക്കും. എനിക്ക് വാഷ്റൂമിൽ പോണായിരുന്നു. എന്നെ വേഗം ഒന്ന് റൂമിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ. കൊണ്ടുപോയിട്ട് വേഗമായി നോക്കാനല്ലേ?
ആ അതിനിപ്പോ എന്താ, നടക്ക്. മുകളിലത്തെ നിലയില്ല. മണ്ണ് കയറിയപ്പോ തന്നെ മോളിൽ പോണോ? നിന്റെ ആന്റീനെ ഒന്ന് കാണണ്ടേ? നീ അല്ലടി പറഞ്ഞത് മോളി പോകണമെന്ന്. നീ ഇല്ല പാടില്ലാത്തവളെ. ലക്ഷ്മണനെ നീ കുളിച്ച് റെഡി ആയിട്ട് കണ്ടാ മതി. ആ മേക്കപ്പൊക്കെ ഒന്ന് ഒലിച്ചു പോട്ടെ, അല്ലെങ്കിൽ പേടിച്ചു പോവും. ഓക്കെ, whatever. വെള്ളം വേണോ? ഐ മീൻ വാട്ട് എവർ. ഓ, വലിയ മാതാവ് വന്നേക്കുന്നു. ഈ എന്താടിയ സാധനം? അതൊരു വലിയ സാധനം തന്നെയാ. എന്നാലും ദേവേട്ടന് എന്തുകൊണ്ടിട്ടാ അവളോടൊക്കെ ഇഷ്ടം തോന്നിയത്? ചില്ലറ വട്ടൊന്നുമില്ല അതിന്. അതിന്റെ മേക്കപ്പ് കണ്ടാൽ തന്നെ അറിയാം ഇന്ന് വെളുപ്പിലോട്ട് തുടങ്ങിയതാന്ന്. നമ്മളൊരാൾ ഫേസ് കണ്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഇത് സ്വഭാവം കണ്ടപ്പോ തന്നെ എനിക്ക് മതിയായി. അപ്പൊ പിന്നെ ഫേസിലോട്ട് നോക്കാനൊന്നും സമയം ഉണ്ടായില്ല. അല്ല, ഇതിന് മാത്രം വെറുക്കാൻ അവൾ എന്താ ചെയ്തത്? അതൊരു വലിയ കഥയാ മോളെ. കഥ എന്നൊക്കെ പറയുമ്പോ ഒരു എക്സാമ്പിൾ ഇട്ട് പറയൂ. അങ്ങനെയൊക്കെ ചോദിച്ചാ അവള് പെൺപിള്ളേരോട് സംസാരിക്കുന്നത് നീ ഇപ്പൊ കേട്ടില്ലേ? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ആൺപിള്ളേരോട് സംസാരിക്കുന്നത് നീ കേട്ടു നോക്ക്. അവള് തന്നെയാണോ എന്ന് നീ ഒരു 2 തവണയെങ്കിലും സംശയിക്കും. യു മീൻ പിക്ക് മീ? യാ, പിക്ക് മീ. ഇവളൊരു ഭീഷണിയാവോ? തീർച്ചയായും ആവും. എന്താ തനു, നിനക്ക് മുഖത്ത് കണ്ണില്ലേ? തനു? ഇവളേതാ? യു നോട്ട് തനു? അല്ല, ഞാൻ തനു അല്ല. ഓ മൈ ഗോഡ്, യു ലുക്ക് ജസ്റ്റ് ലൈക്ക് തനു. ഇവളേത് വധൂരിയ? അയ്യോ, ഇംഗ്ലീഷ് കേൾക്കുന്നുണ്ടല്ലോ. ഊളം പറയാൻ ആരെങ്കിലും അവളെ അടിച്ചാ? വന്ന് കേറിയില്ല, അപ്പോഴേക്കും അവള് തുടങ്ങി. ആ അതെ ശിവേട്ടാ, അതെ ദേവേട്ടന്റെ ഒരു ഫ്രണ്ടാണ്. കല്യാണത്തിന് വിളിച്ചതേ, കണ്ടത് വൈകിപ്പോയി. അപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്നേക്കുവാ. ഇനി ഒരാഴ്ച ഫുള്ള് ഉണ്ടാവും. യാ, whatever. അതെ, ദേവ് ഇങ്ങോട്ടൊന്ന് വന്നേ. ഇവക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്നെ കണ്ടിട്ട് തനുവാണോന്ന് ചോദിച്ചു. ആ അങ്ങനെ ചോദിച്ചാ ചെറുതായിട്ട് പ്രശ്നമൊക്കെ ഉണ്ട്. എന്താ അവിടെ ഒരു ഡിസ്കഷൻ? ഏയ് ഒന്നുമില്ല. എന്നെ വേഗം നിന്റെ ആന്റിനെ ഒന്ന് കാണിച്ചതാ. പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ശിവൻ. ചുമ്മാ ചോദിച്ചതാ. ഗുഡ് ലുക്കിംഗ്. ലച്ചമ്മ. ഓ, എന്തൊരു ബഹുമാനം. ഇവളോട് തന്നെയല്ലേടി നമ്മൾ നേരത്തെ സംസാരിച്ചേ? എനിക്ക് സംശയമില്ലാതില്ല ദേവു. പണ്ട് കണ്ടതിന് ബഹുമാനം കൂടിയിട്ടുണ്ടല്ലോ. എന്ത് ചെയ്യാനാ, ലക്ഷ്മേനെ കണ്ടപ്പോ ഞാനങ്ങ് നന്നാവാൻ തീരുമാനിച്ചു. നീയാള് കൊള്ളാലോടി. പിന്നെ കൊള്ളാം. കോഴിത്തരത്തിലായിരിക്കും. ദേവു, പാല് മേടിക്കാൻ പോയ ആളെന്തേ? യു മീൻ ഹരി? അത് പാറുവിന്റെ വീട്ടിൽ കാണും. അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ലാതെ എവിടെ പോവാനാ? അത് ശരിയാ, ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് ഭീഷണിപ്പെടുത്തി വിടാം. അതിനു മുമ്പേ ഈ ലിസ നമുക്കൊരു ഭീഷണി ആവാതെ നോക്കണം. നമുക്കോ? ഞാനിപ്പോ എന്താ പറഞ്ഞ? ദൈവമേ, ഈ കുട്ടിപ്പിശാശി കേട്ടു കാണാം. ഒന്നുമില്ലടി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇവളിൽ ചുമ്മേനെ വളയ്ക്കാൻ നോക്കല്ലേ, അത് കാരണം ഞാൻ പറഞ്ഞതാ. അല്ലാതെ എനിക്ക് വേറെ ഏത് രീതിയിലാ ഭീഷണിയാവുന്നത്? നിനക്ക് പിന്നെ ദേവേട്ടന്റെ കാര്യം ഒന്ന് പറയാം, എനിക്കങ്ങനെയല്ലല്ലോ. എന്റെ ദൈവമേ, ഇപ്പൊ പൊക്കിയാലേ. എന്റെ ദേവു, പാല് മേടിക്കാൻ പോയ ഹരി എന്തേ? അറിയില്ല ലച്ചുമ്മ, രാവിലെ പോയതാ. ഈ കൊച്ചിന് ചായ ഇട്ട് കൊടുക്കണ്ടേ? അവൻ പാല് മേടിക്കാൻ പാറുവിന്റെ വീട്ടിലോട്ടാണ് പോയേ. ലച്ചുമ്മ, എവിടെയായിരുന്നു നീ? പാല് മേടിക്കാൻ പോയതാ. ലുലുമാളിലാണോ നീ പാല് മേടിക്കാൻ പോയേ? അത് വരണ വഴിക്ക് ചുമ്മാ പാറുവിന്റെ വീട്ടിൽ കയറിയതാ. ചുമ്മാതോ? അതിപ്പോ സാരില്ല ലച്ചമ്മ, എന്തിനാ വെറുതെ. ഞാനങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ല. എനിക്ക് മധുരം ഇഷ്ടമല്ല. ഞാൻ ഡയറ്റിലാ. എന്തിനാ ഡയറ്റ് എടുക്കണേ? വണ്ണം കുറയ്ക്കാനായിട്ട്. എവിടെന്നാ ഇനി വണ്ണം കുറയാനുള്ള? ആ തനുവൊക്കെ വാരി വലിച്ച് കേട്ടണ കാണണം നീ. അത് പൊളിച്ചു. നീ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? ഒരാഴ്ച ഉണ്ടാവും ലക്ഷ്മ.
ഒരാഴ്ച മൊത്തം ഇവിടെയുള്ള ഭക്ഷണം മര്യാദക്ക് നീ കഴിച്ചോണം. ഡയറ്റാ പോയിട്ടാന്നും പറഞ്ഞ് എന്തെങ്കിലും മാറ്റി വെച്ചാണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലാന്ന് വേണ്ട. പിന്നെ ഇതാരാ ലക്ഷ്മ? ആ, അത് പറയാൻ മറന്നു. ഇത് ദേവന്റെ ഫ്രണ്ടാ. ഹലോ, നൈസ് ടു മീറ്റ് യു. ദേ ഇവള് പിന്നെയും ഇവളെത്ര പേരെ നോക്കണുണ്ട്. ഇത് മൂന്നാമത്തെയാ. അതെ, ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ. ഒന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോഴുള്ള ഒച്ച മറന്ന് നീ തന്നെ ശ്രദ്ധിച്ചോ. ഇവള് പാറുവിന് എനിക്കൊരു ഭീഷണിയാ. പാറുവിന്റെ കാര്യം ഓക്കെയാ, പുള്ളി ലോയലാ, അതുകൊണ്ട് പേടിക്കണ്ട. നിന്റെ കാര്യം എങ്ങനെയാ? ലക്ഷ്മിയുടെ കാര്യം ഞാൻ പറഞ്ഞതല്ലേ. സംതിങ് ഫിഷി. ഹലോ, പറഞ്ഞതുപോലെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. എല്ലാം എന്റെ പ്ലാൻ അനുസരിച്ച് നടക്കും. ഒരു രീതിയിലും പേടിക്കണ്ട. ഐ ഗോട്ട് ദിസ്. ലിസ, എന്താ പ്ലാൻ എന്നൊക്കെ പറയുന്ന കേട്ടു. ഏയ് അതെന്റെ ഓഫീസിലെ ഒരു പുതിയ പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞതാ, വേറെ ഒന്നുമില്ല. He's good looking. Maybe I should hit on him. എന്താ നോക്കുന്നേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നീ എന്താണ് ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. തന്റെ പേര് ശിവൻ എന്നല്ലേ? അല്ലടി, കൃഷ്ണൻ. അറിഞ്ഞിട്ട് നിനക്കെന്തിനാ? അതെ, ദേവൻ ഇന്ന് നൈറ്റാ. ഞാൻ കേരളത്തിൽ വന്നിട്ട് ഇനി ഒരു വീക്ക് ഇവിടെ സ്റ്റേ ചെയ്യുള്ളൂ. അപ്പോ എനിക്ക് ബീച്ചിൽ വല്ലതും പോയാൽ കൊള്ളാന്നുണ്ട്. ഞാൻ ഗോവന്നല്ലേ വരുന്നേ. അതെന്താ, ഗോവയില് ബീച്ചില്ലേ? ഏയ് അങ്ങനെ പറയല്ലേ ദേവു. അവക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. നമുക്കോ? ഞാൻ വരുന്നുണ്ട്. അതെന്താ? അത് ശിവനോട് പുതിയതല്ലേ, അപ്പൊ വഴി അറിയില്ലല്ലോ. ഞാൻ എന്തായാലും വരാം. ഓഹ്, ഇവള് സമ്മതിക്കില്ല. നമുക്കെന്നാ വൈകിട്ട് 5 മണിക്ക് ഇറങ്ങാം. ഇപ്പൊ വെയിലായിരിക്കില്ലേ? വേണമെന്നില്ല. ദേവ് പറഞ്ഞ പോലെ ഞാൻ ഗോവന്നല്ലേ വരുന്നത്. ഇനി ഇവിടത്തെ ബീച്ചിലും കൂടെ പോകുന്ന എന്തിനാ? ഞാനെന്നാ പോട്ടെ. എന്റെ അടുത്താ കളി. നിക്കഴയുടെ രാവിലെ നീ എന്റെ മുഖത്ത് നോക്കി ഒരുമാതിരി ഒരു നോട്ടം നോക്കുന്നുണ്ടായിരുന്നല്ലോ. നോട്ടോ? ആ, ഒരു കള്ളച്ചിരിയും അതിനിടയ്ക്കുള്ള ബ്ലഷ് അടിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താ? അതൊന്നുമില്ല. കാരണം ചോദിച്ചപ്പോ നീ പറഞ്ഞു കാണാൻ കൊള്ളാന്ന്. എന്നെ ആണെന്ന് ചോദിച്ചപ്പോ അല്ല, നിന്നെയാണ്. അത് എന്റെ മുഖം കണ്ടപ്പോഴാണോ നിന്നെ കാണാൻ നല്ല രസമുണ്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. അത് നിങ്ങളുടെ കണ്ണിൽ ഞാൻ എന്നെ കണ്ടല്ലോ. എന്നെ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ നല്ല സുന്ദരിയാന്ന് മനസ്സിലായി. എന്തോന്ന്? അതൊന്നുമില്ല. അത് മാത്രല്ല, ഇപ്പൊ ലിസ എന്റെ കൂടെ ബീച്ചിൽ പോവാന്ന് പറഞ്ഞപ്പോ നിനക്ക് അവിടെ നിന്നൊരു ജലസ്യൊന്നല്ല. ജലസിയോ? എനിക്കോ? ആ, നിനക്ക്. അത് ഇനി നീയും ലിസയായിട്ട് എങ്ങാനും സെറ്റായി തനുവിന്റെ ഭാവി നാത്തുവിന് അവളെങ്ങാനായ അവളായിട്ട് ആ ലിസേനെ തലികൊല്ലും. അത് വേണ്ടാന്ന് കരുതിയിട്ടാ ഞാനിപ്പോ തടഞ്ഞത്. ഓഹോ, അങ്ങനെയാണോ? അതെ, അങ്ങനെയാണ്. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. എന്നാ തിരിഞ്ഞേക്ക്. എന്തിനു? ഒന്നുമില്ല, ഞാൻ പോവാ. ലക്ഷ്മ, ഫുഡായോ? ഇല്ലടി മോളെ, നീ അവിടെ ഇരിക്കും. ഇപ്പൊ ആവുവേ. ശിവ, നീ ദേവുവിനെ വിളിച്ചിട്ട് വന്നേ. അവളുടെ റൂമിലുണ്ടാവും. വേഗം പോയി വിളിച്ചിട്ട് വാ. സമയമില്ല. ലിസയ്ക്ക് വിഷമിക്കുന്നുണ്ടെന്നാ തോന്നുന്നേ. എന്റെ പൊന്നു ദേവു, ആ ലിസേനെ എങ്ങനെയെങ്കിലും ഇവിടെ ഓടിക്കണം. അല്ലെങ്കിൽ ഞാൻ അവളെ വല്ല കല്ലെടുത്തറിയും. നീ അവളെ സമാധാനിക്ക്. നിക്ക്, എന്റെ കുളി കഴിഞ്ഞു. ഞാനിപ്പോ ഇറങ്ങാം. അയ്യോ, എന്റെ സ്ട്രോബെറി സ്മൂത്തി മറന്നുപോയി ഞാൻ. ഇവളെങ്ങോട്ടേ വാണം വിട്ട പോലെ ഓടുന്നത്. ഇവിടെ ഇനി ആ ദൈവം ഞാൻ ഓടിച്ചു വിട്ടോ. ഇടീ തരൂ, ആ ടവല് തന്നെ. നിനക്കെന്തായാലും ചെവി ഇട്ടൂടെ? ആ ടവലേറെ. ദൈവമേ, തനുവാന്നും കരുതിയാണല്ലോ അലറുന്നേ. ഈ ടവലില്ലാതെ ഇത് പുറത്തേക്ക് എങ്ങാനും ഇറക്കി വരുമോ? തനു എടുത്ത് കൊടുക്കാല്ലേ. എടിയേ, സ്ട്രോബെറി സ്മൂത്തി മൂഞ്ചി. അതൊരു പുതുമയുള്ള കാര്യമല്ലല്ലോ. നാളെ നമുക്ക് ശരിയാക്കാടി. ദേ, എന്റെ ഫോൺ അടിക്കുന്നു. ആരെ വിളിക്കുന്നേ?
നിന്റെ ബ്രദറാ. ആ, എടുത്ത് സംസാരിക്കേ. ഞാനോ? പിന്നെ ഞാനോ? നിന്റെ ഫോണിലേക്കല്ലേ വിളിച്ചത്, അപ്പൊ നീയല്ലേ സംസാരിക്കണ്ടേ? ഞാനിപ്പോ തുണിയില്ലാതെ വരണോ അതോ നീ സംസാരിക്കണോ? ഞാൻ സംസാരിച്ചോളാം. ഹലോ. ഹലോ ദേവു. ദേവു അല്ല, തനുവാ. നീ എന്തിനാ ഫോൺ എടുത്തേ? ദേവു എന്നോട് എടുക്കാൻ പറഞ്ഞു. അവൾക്ക് കൊടുക്ക്. അവൾ കുളിക്കാം, വാതിൽ തള്ളി പൊളിക്കേണ്ടി വരും. ദേവുവിനോട് ഞാനിട്ട് മെസ്സേജ് നോക്കാൻ പറ. ഞാൻ നോക്കിയാ മതിയോ? നീ നോക്കണ്ട. അതെന്താ ഞാൻ നോക്കിയാ? വിളിച്ചിട്ട് പോടി പട്ടി. എന്തായി, സംസാരിച്ചോ നിങ്ങള്? എന്നെ പട്ടീന്ന് വിളിച്ചൂടി. എനിക്ക് വിശക്കണം, വാ തിന്നാൻ പോവാ. നീ എന്താണ് തിരിച്ചറിഞ്ഞു വരുന്നേ? തനുവിനെ ദേവുവിനെ വിളിക്കാൻ പോയിട്ട് വിളിച്ചില്ലേ? അത് മറന്നുപോയി. അത് പോട്ടെ ലക്ഷ്മ, നോക്കല്ലേ. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഏത് റൂമാ? മുകളിലത്തെ ലെഫ്റ്റിലത്തെ റൂമാ. ഹലോ ഗേൾസ്, നീ ഇതിന് ഇങ്ങോട്ട് കയറി വന്നേ? അത് കൊള്ളാം, വാ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. അല്ലാതെ ഞാൻ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. കൊഞ്ചനെ കുത്തി കാണിക്കല്ലേ തനു. ഹായ്, എന്ത് നല്ല ഫുഡാ, സൂപ്പർ. ഇവളല്ലേ രാവിലെ വന്നപ്പോ ഡയറ്റാന്ന് പറഞ്ഞ, എന്നിട്ട് വെട്ടി വിഴുകുന്നുണ്ടല്ലോ. ലക്ഷ്മയുടെ ഫുഡിന് എന്ത് ടേസ്റ്റാ. മോളോ മരുമകളോ അയാൾക്കൊക്കെ ഭയങ്കര ഭാഗ്യ. അതിലെവിടെ ഒരു കൊള്ളലുണ്ടല്ലോ. ആടി, തനുവിന് നല്ല ഭാഗ്യ. എന്റെ മരുമോളാൻ പറ്റിയില്ലേ? എനിക്ക് വയ്യ. ഞാനും ആവട്ടെ ലക്ഷ്മ. ലിസമോളെ, നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. അവളുടെ ഒരു തമാശ. എനിക്ക് മതി ലക്ഷ്മ, ഞാനെന്നാ പോട്ടെ. ലക്ഷ്മ, എനിക്ക് തലവേദന, ഞാനെന്നാ പോട്ടെ. പ്ലേറ്റ് കഴുകണ്ട, ഞാൻ കഴുകിക്കോളാം. കഴിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ പോയി കിടന്നോ. അയ്യോ എന്റെ ദൈവമേ, ഈ മാക്കാച്ചി എങ്ങനെ എന്റെ നാത്തൂനായിട്ട് വന്നാ പിന്നെ ഞാൻ മാക്കാച്ചികളുടെ ആന്റി ആവേണ്ടി വരില്ലേ? അവർക്ക് ഞാൻ കുത്തുന്നേ. നീ ഏതാടി താട്ടിയെടുക്കാൻ നോക്കുന്നു? നീ ഞാൻ കൊല്ലൂടി. എനിക്ക് വന്നപ്പോഴേ തോന്നി ഇവളിതിനെങ്കിലും വന്നേന്ന് തട്ടിയെടുക്കാനാണ്. നിനക്ക് കെട്ടണല്ലേടി? കെട്ടിച്ച് തരാൻ ഞാൻ നിന്നെ, ചങ്ങലയിലാന്ന് മാത്രം. ആഹാ, ഇതിങ്ങനെ വിടാൻ പറ്റില്ല. എന്റെ തനുവിന്റെ സമാധാനം പോയി, ഇനി ആ പാറുവിന്റെ സമാധാനം കൂടെ കളയണം. ഹലോ, എന്താടി? എടി നീ ഒരു കാര്യം അറിഞ്ഞോ? എന്താടി? അതെ, ആ ലിസ ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ഹരിയേട്ടനോട് പറഞ്ഞില്ലല്ലോ. അതെങ്ങനെ പറയാനാ? അതെന്താ? അതെ, അവളുടെ ഉദ്ദേശം അത്രയ്ക്ക് ശരിയൊന്നുമല്ല. ലക്ഷ്മേനോട് പറയാ എനിക്ക് ലക്ഷ്മയുടെ മരുമോളെ കൊള്ളാന്ന്. ആരെ കൊള്ളിച്ചാ പറഞ്ഞേ? ആരെ ആയിരിക്കും? റേഞ്ച് പോയാ? പട്ടി മോങ്ങണ പോലെ മോങ്ങാടി പാറും. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ ആ ട്രൂ കോളറിൽ ആദ്യം അൺബ്ലോക്ക് ചെയ്യ്. എന്നിട്ട് ഇപ്പൊ വിളിച്ചിട്ടുണ്ട് തരുവറ. എന്തിന് വിളിക്കാത്തേന്? അല്ല, ഞാൻ ബ്ലോക്ക് ചെയ്തുകൊണ്ടല്ലേ വിളിക്കാന്നെ. വേറെ ആരുടെയില്ലേ ഫോണിൽ നിന്ന് വിളിക്കണമായിരുന്നു. ശരിയാ. പിന്നെ പാല് മേടിക്കാനാന്നും പറഞ്ഞ് നിന്റെ വീട്ടിലോട്ടാണല്ലോ വന്നേ. അതെ. അതെന്താ, നീ അവിടെ വല്ല സ്റ്റോറും തുടങ്ങിയോ? ഇല്ല. എന്നിട്ട് തിരിച്ചു വന്നത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട്. പാല് മേടിക്കാൻ വേണ്ടി തന്നെയല്ലേടി വന്നേ? അതെ, പക്ഷെ ഇവിടെ വന്നപ്പോ പിന്നെ അച്ഛനായിട്ട് സംസാരിച്ചിരുന്നു. എന്തായാലും ഇപ്പൊ വിളിച്ചിട്ടുണ്ട് തരുവറ. ലിസയാണല്ലോ എന്നെക്കാളും വലുതെന്ന്. അതാകുമ്പോ പിന്നെ ഹരിയേട്ടന്റെ സമാധാനം കൂടെ പോകും. ഓക്കേടി, ശരി എന്നാ. എന്ത് നല്ല മോർണിംഗ്. തനു, എന്താടി നീ എന്ത് ഇങ്ങനെ കോട്ടുവായിരുന്നേ? അതൊന്നും പറയണ്ട. ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ടല്ലോ. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയില്ലേ? ഇല്ല. എന്തേ? നല്ല കൊതുകിന്റെ ശല്യം. കൊതുക് തന്നെയല്ലേ? ആടി. ഇന്നലെ രാത്രി മുഴുവൻ ഇത് ചിന്തിച്ചിട്ടും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ.
ഇന്ന് 9 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരും. എന്നാലും അലിസ തട്ടിയെടുക്കൂ. ഫ്രണ്ടിൽ തന്നെ ഉണ്ടല്ലോ മായാവി. കേറി ചെല്ലുന്നത് കണ്ടാലറിയാം ലിസാനെ കാണാനാ പോകുന്നെ. ഇന്നെങ്ങാനും അവള് കൊഞ്ചിക്കൊഴിയാൻ വന്ന ഞാൻ അവളുടെ കുണ്ടിക്ക് ചട്ടകം വെക്കും. മൈ ഗോഡ്, ഡിഡ് യു മിസ് മീ? ഓഹ്, വല്ലാണ്ട് മിസ് ചെയ്തു. 10 വർഷം കഴിഞ്ഞ് ദുബായിൽ നിന്നല്ലേ വരുന്നേ. ലിസ, ഐ ആം ടയർഡ്. നൈറ്റ് കഴിഞ്ഞ് വന്നേക്കാം ഞാൻ. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. വാട്ട് ഡിഡ് യു ജസ്റ്റ് സേ? മാറിക്ക്. നന്നായുള്ളൂ, അവൾക്ക് അങ്ങനെ തന്നെ വേണം. അഹങ്കാരി. കേറി കൊഞ്ചാൻ പോയതാ. എന്താ പെണ്ടായേ? എന്നോട് ഇങ്ങനെയല്ലല്ലോ പെരുമാറാറ്. എന്തോ പറ്റി? ഇങ്ങനെയല്ല. നോ, ഇങ്ങനെ ആവാൻ ഞാൻ സമ്മതിക്കില്ല. ഓ മൈ ഗോഡ്. ദൈവമേ, ഇവളെന്താ ഇവിടെ? എന്താ ലിസ? ഞാൻ ചുമ്മാ വന്നതാ. എന്നാ പൊക്കോ. കൊള്ളാലോ, ഇവക്ക് വേറെ പണിയൊന്നുമില്ലേ? ലിസ, നീ എന്താ ഇവിടെ? ഞാൻ ചുമ്മാ ശിവനെ കാണാൻ വന്നതാ. അങ്ങനെ എപ്പോഴും കാണേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ. എക്സ്ക്യൂസ് മീ ദേവു, അത് പറയാൻ നീ ആരാ? അതെ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും. നീ വല്ലാതെ ഓവറാക്കല്ലേ. വന്ന ദിവസം ഞാൻ നിന്നോട് പറഞ്ഞതാ ഒരു ഗ്യാപ്പ് ഇടാൻ. ഓ, എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്താൽ പിന്നെ നിന്റെ പല്ല് കാണത്തില്ല. അതെ ദേവു, ഞാൻ എപ്പോ ഇങ്ങനെ കൂടെ നടന്നാലും അല്ലെങ്കിൽ സംസാരിച്ചാലും മോൾക്ക് പൊള്ളുന്നുണ്ടല്ലോ. എന്തേ, വേറെന്തെങ്കിലും ഉണ്ടോ? എനിക്ക് കാട്ടായം കണ്ടിട്ട് വേറെന്തോ പോലെ തോന്നുന്നേ. അതൊന്നുമില്ല. പിന്നെ ഒന്നുമില്ലെന്ന് സത്യം പറയടി, നിനക്കിഷ്ടല്ലേ? അതോ എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് നീ കാണിക്കുന്നേ? അയ്യോ, അങ്ങേറ്റ മുമ്പ് എന്റെ ഓരൊക്കെ പോയി. പക്ഷെ ഞാനിപ്പോ എന്ത് പറയും? വേണ്ട, ഞാൻ ലക്ഷ്മിയോട് പറയുന്ന. അത് ലിസ, ഞങ്ങള് തമ്മിൽ 2 years ആയിട്ട് റിലേഷൻഷിപ്പിലാണ്. എന്ത്? ഞാനറിഞ്ഞില്ലല്ലോ. ഇനി ഒളിപ്പിച്ച് വെക്കേണ്ട ദേവു. ലിസ അറിയട്ടെ. ഞാൻ പറഞ്ഞു, ഇനി നീ അഭിനയിക്കണ്ട. ഞാൻ കേൾക്കുന്ന സത്യമാണോ ദേവു? അതെ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അത് പിന്നെ പറഞ്ഞോണ്ട് നടക്കാൻ പറ്റുമോ? ഞാൻ വിശ്വസിക്കില്ല. നിന്നെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. സത്യം പറ, നിങ്ങളിപ്പോ കള്ളം പറയുന്നതല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നാ പിന്നെ നിങ്ങളെന്താ ഒരു ബന്ധമില്ലാത്ത പോലെ നടക്കുന്നത്? നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ. അതെല്ലാവരെയും കാണിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ വിശ്വസിക്കണമെങ്കിൽ നിങ്ങളിപ്പോ കിസ് ചെയ്യണം. എന്തോന്ന്? അതൊന്നും പറ്റില്ല. ലിസയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ അത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പടച്ചോനെ, നിങ്ങള് കാത്തോളി. ഓക്കെ, എനിക്ക് മനസ്സിലായി. എന്താണോ കാണിച്ചത്? തനിക്കൊരു ബോധല്ലേ? അവൾ എന്ത് വിചാരിച്ചാണോ? അത് വെച്ചില്ലല്ലോ, തള്ളവരിൽ വെച്ച് കവർ ചെയ്തല്ലേ, പിന്നെന്താ കുഴപ്പം? എന്ന് ഇങ്ങനെയൊക്കെയോ? അതെന്താ, അഭിനയിച്ചത് ഇഷ്ടായില്ലേ? എന്നാ അവളെ ഒന്നും കൂടി വിളിക്ക്, നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ഓ, ഇവളാണോ ലിസ? ഹായ്, ബൈ. എവിടെ നിന്നാടി നീ പാണം വിട്ട പോലെ ഓടി വരുന്നേ? ഒന്നുമില്ലടി. ഒന്നുമില്ലെങ്കിൽ വെറുതെ ഒക്കെ പാണം വിട്ട പോലെ ഓടി വരും. ഒന്നുമില്ല. നീ എന്താ ഇവിടെ രാവിലെ തന്നെ? അത് നീ ഇന്നലെ വിളിച്ചു പറഞ്ഞതിൽ ഇവിടെ സത്യാവസ്ഥ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നോക്കാൻ വന്നതാ. ഓ, എന്നിട്ട് കണ്ടുപിടിച്ചോ? ഇല്ല. അതെന്താ? അതിനാ ലിസേനെ ഹരിയേട്ടനെ ഒരുമിച്ചാണുണ്ട്. ലിസ ആണെങ്കിൽ ഇത് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഹായ് പറഞ്ഞു. അപ്പൊ അവൾ എന്നോട് ബായ് പറഞ്ഞു. ഭയങ്കര റൂഡല്ലേ? അതെ, നിനക്കൊന്നും പറയാനില്ലേ?
റോഡാക്കിയത് ഞാനല്ലേ. എന്തോന്ന്? ഒന്നുമില്ലടി, നീയൊന്ന് സൂക്ഷിച്ചോ. 2 പേരുടെ അടുത്ത് വർക്കായില്ല, ഇനി ഒരാളും കൂടെ മാത്രമേ ഉള്ളൂ. അത് നിന്റെ ആളാ. ആ സൂക്ഷിച്ചാ നിനക്ക് ദുഃഖിക്കണ്ട. അയ്യോ, അവള് പറയുന്നൊരു ഡിപ്രഷൻ ആയല്ലോ. ഇനി ആ ലിസ എങ്ങാനും തട്ടിയെടുക്കോ? മുറ്റത്തൊരു മൈന. അയ്യോ, സോഫയിലൊരു പാറു. എന്റെ ദൈവമേ, മിന്നിച്ചേക്കണേ പാറു. ഹലോ. എന്റെ പാറുവിന്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞ സമയത്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നേക്കുന്ന. എന്നെ മനസ്സിലായില്ലേ? ഇല്ലെങ്കി ഞാൻ ലിസയാ. നീ ഏതാ? ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നത്. അതിനിപ്പോ ഒന്നുമില്ലേ? എനിക്കൊന്നുമില്ല. ശരി, ഓക്കെ, ഞാൻ പോവാം. ഒന്ന് പോയി തരുമോ? പാറു. ഈശ്വര, എന്താണ് പാറു കിളി പോയ പോലെ ഇരിക്കുന്നത്? ആ ലിസയോട് സംസാരിച്ച അതേ ആള് തന്നെയല്ലേ എന്നോട് സംസാരിക്കുന്നത്. എനിക്കൊരു സംശയമില്ലാതില്ല. എന്താ പാറു? എന്താ ചിരിക്കണേ? ട്രൂ ലബാണോ? അതെ, പിന്നെ ഫസ്റ്റ് ലവും കൂടി ആയിരുന്നു നീ. പിന്നെ ആരുടെ അടുത്ത് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ പിന്നെ ട്രൂ ലവ് അല്ലേ? ഞാൻ സമ്മതിക്കില്ല. ശിവനെ ഹരിനെ എനിക്ക് കിട്ടില്ല. പക്ഷെ ദേവൻ അങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ വിട്ടു കൊടുക്കില്ല. ഹേയ്, എന്താ ലിസ നീ ഇവിടെ? എന്താ എനിക്കിവിടെ വരാൻ പാടില്ലേ? ലിസ എന്തേ കാണിക്കുന്നത്? പണ്ട് ഞാനിവിടെ വരുമ്പോ നീ ഒന്നും പറയാറില്ലായിരുന്നല്ലോ. എന്താ കല്യാണം കഴിഞ്ഞപ്പോ എന്നെ മറന്നോ നീ? ലിസ, നോ യുവർ ലിമിറ്റ്സ്. വേണ്ട നീ. I can't believe you did it. നിനക്ക് എങ്ങനെ തോന്നി? നിനക്ക് ഈ ചെറ്റപ്പരിപാടി കാണിക്കാൻ എങ്ങനെ തോന്നിയോ അങ്ങനെ തന്നെ നിനക്ക് ഒരെണ്ണം തരാൻ എനിക്കും തോന്നി. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്യും ലിസ. ചെറ്റപ്പരിപാടിയോ? നിനക്ക് മാരേജിന് താല്പര്യമില്ലാത്തോണ്ടല്ലേ? എന്നിട്ട് how dare you? അതിന് എനിക്ക് താല്പര്യമില്ലെന്ന് നീയാണോ പറയണ്ടേ? എനിക്ക് തരൂന് ഇഷ്ടമല്ലെന്ന് നിന്നോടാരാ പറഞ്ഞേ? ഞാൻ പുറത്ത് കാണിച്ചില്ലെങ്കിലും എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള പോരെ. ഇനി മേലെ ഇപ്പൊ മുഖത്തെ ഞാൻ തന്നിട്ടുള്ളൂ. ഇനി ഞാനിവിടെ നിൽക്കില്ല. ഒരു മിനിറ്റ് പോലും ഞാനിവിടെ നിൽക്കില്ല. I'm done. നീ എന്നിട്ട് മറ്റുള്ള കൂടെ ഇവിടെ എന്താന്ന് വെച്ചാൽ കാണിക്കുക. ഇറങ്ങിപ്പോടി. ഓഹോ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? സോ എനിക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. ഐ ഫെയിൽഡ്. നിന്റെ ലാസ്റ്റ് ചാൻസ് നീ കളഞ്ഞല്ലേ? കളഞ്ഞടോ. തനിക്ക് എന്താ വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിൽ പറ. മഴകളുടെ സംസ്ഥാന സമ്മേളനം. ഈ തലോണ കിട്ടും കംഫർട്ടബിൾ അല്ലല്ലോ. ഇത്രയും വലിയ തലോണയോ?
മര്യാദക്ക് കിടക്കുന്നതിനോടെ അനങ്ങുന്നതിനോടെയോ? ആഹാ, ചവിട്ടുമ്പോ ആടുന്നുണ്ടല്ലോ. കുറച്ചുകൂടി ചവിട്ടി നോക്കാം. എന്തോ ഒരു അപാകത ഇല്ലേന്നൊരു ഡൗട്ട്. എന്താണത്? അയ്യോ, എന്റെ ലിപ്സ്റ്റിക്ക്. അയ്യോ, ലാക്മേയുടെ ലിപ്സ്റ്റിക് അല്ലേ അത്? അയ്യോ, ഇത് ഊരിപ്പോയി കഴിക്കാലോ. ഊരണ കണ്ടാ തെറ്റിദ്ധരിക്കും. എഴുന്നേക്കുമ്പോ എന്ത് വിചാരിക്കാവൂ? കിടന്നുറങ്ങണമൊക്കെ പക്ഷെ ചവിട്ട് വെച്ചെടുക്കാൻ തോന്നുന്നു. ഇതെന്താ ഭൂമി കുലുക്കോ? ഓ, എസ്കേപ്പ് ആവും. എന്റെ ദൈവമേ, എന്നാലാ പാടെങ്ങനെ അവിടെ വന്ന്? നൈറ്റ് കഴിഞ്ഞ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്ന് സമാധാനായ. നിങ്ങളിവിടെ ഉണ്ടോ? ഗുഡ് മോർണിംഗ്. എന്താടാ ഷർട്ടിലൊരു മാർക്ക്? എന്ത് മാർക്ക്? അയ്യേ, ഞാൻ തീർന്ന്. അയ്യോ, ഷർട്ടിന് പാട്.